ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഗുരുവായൂരാണ് ഇപ്പോൾ ഉള്ളത്. ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരുപാട് ഗജവീരന്മാരെ കാണാം നമുക്ക് ഈ വീഡിയോയിൽ. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനകളുടെ സങ്കേതമായി പുന്നത്തൂർ കോട്ട അഥവാ ആനക്കോട്ട അറിയപ്പെടുന്നു. നിരവധി സന്ദർശകരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. അതിൽ ക്ഷേത്ര ദർശനത്തിന് വരുന്നവരും ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, നിരവധി കൊച്ചുകുട്ടികളാണ് ഗജവീരന്മാരെ കാണാനായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ നിരക്ക് വരുന്നത്. കൂടാതെ മൊബൈൽ ക്യാമറയ്ക്ക് 25 രൂപയും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കോട്ടയിലേക്ക് പ്രവേശിച്ച് ആദ്യം കാണുന്ന ഈ ഗജവീരനാണ് ലക്ഷ്മി നാരായണൻ. ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് 2021 ആഗസ്റ്റ് 30 പ്രശസ്ത സിനിമാ താരം ശ്രീ സാക്ഷാൽ സുരേഷ് ഗോപി നൽകിയ ആനയാണ് ഈ കാണുന്ന ലക്ഷ്മി നാരായണൻ. 3 വയസ്സിലാണ് ഈ സുന്ദരൻ ഇവിടെ എത്തിയത്. ലക്ഷ്മി നാരായണൻ എന്ന പേര് ഇദ്ദേഹത്തിന് നൽകിയതും സുരേഷ് ഗോപി തന്നെയാണ്. കോട്ടയിലേക്ക് വരുമ്പോൾ വലിയ കുസൃതിക്കാരനായിരുന്നു ലക്ഷ്മി നാരായണൻ. പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഇവിടുത്തെ ചിട്ടാവട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത്. കുറച്ചു നേരം എന്തായാലും നമുക്ക് ഈ കുറുമ്പന്റെ കുസൃതികളൊക്കെ ഒന്ന് കണ്ടു നിന്നേക്കാം. 100ഓളം ആനകൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 38ആയി കുറഞ്ഞിരിക്കുകയാണ്. ആദ്യകാലത്ത് പ്രാദേശിക ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു ഈ പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ രാജാക്കന്മാരുടെ സ്വത്തായിരുന്ന ഈ ഭൂമി 1975 ക്ഷേത്രം ഭരണാധികാരികൾ ഏറ്റെടുക്കുകയും ഇവിടെ ആനകളുടെ സങ്കേതമാക്കി മാറ്റുകയും ചെയ്തു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത്. പുന്നത്തൂർ കോട്ട അഥവാ ആനക്കോട്ട 12 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. നിറയെ പച്ചപ്പ് നിറഞ്ഞതും മാലിന്യമുക്തവുമാണ് ഈ കോട്ട. അതിനൊരു കാരണം പ്ലാസ്റ്റിക് ഇവിടേക്ക് അലൗഡ് അല്ല എന്നത് തന്നെയാണ്. നമുക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ കാണാൻ സാധിക്കും എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു വലിയ കുളം നിർമ്മിച്ചിരിക്കുന്നത് ആനകളെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്. രാവിലെയായിരിക്കും മിക്കവാറും ആനകളെയൊക്കെ കുളിപ്പിക്കുന്നത്. എന്തായാലും നമുക്കിനി അധികം വൈകാതെ അടുത്ത ആനയുടെ അടുത്തേക്ക് പോയേക്കാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതൊരു പിടിയാനയെയാണ്. പേര് നന്ദിനി. 1960 ജനനവർഷം വരുന്നത്. ഇപ്പോൾ ഏകദേശം 65 വയസ്സുണ്ട് നന്ദിനിക്ക്. ശ്രീ നാരായണൻ നായരാണ് നന്ദിനിയെ ആനക്കോട്ടയിലേക്ക് നൽകിയത്. നന്ദിനി ആളത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. 3 പ്രാവശ്യം ഗുരുവായൂർ ആനയോട്ടത്തിൽ വിന്നർ കൂടിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ നന്ദിനി. കൂടാതെ ഗുരുവായൂർ ഉത്സവം, പള്ളിവേട്ട, ആറാട്ട് എന്നിവയിലൊക്കെ 28 വർഷവും നിറസാന്നിധ്യമായിരുന്നു നന്ദിനി. ഇതാണ് സാക്ഷാൽ ഗുരുവായൂർ ശ്രീധരൻ. പുന്നത്തൂർ കോട്ടയിലെ മറ്റു ഗജവീരന്മാരെ പോലെ തന്നെ ലക്ഷണമൊത്തൊരു കൊമ്പനാണ് ശ്രീധരൻ. 1996 സെപ്റ്റംബർ 29 ഇവനെ ഗുരുവായൂർ നടക്കിരുത്തുന്നത്. ശ്രീ ലക്ഷൻ വിശ്വനാഥാണ് ഇവനെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. നടക്കിരുത്തുമ്പോൾ ശ്രീധരൻ്റെ അന്നത്തെ പ്രായം 25 വയസ്സായിരുന്നു. ശ്രീധരൻ പൊതുവെ ഒരു ഭക്ഷണപ്രിയനാണ്. ഏതു സമയവും ഭക്ഷണം നിർബന്ധമാണിവന്. ശ്രീധരൻ എഴുന്നള്ളിപ്പുകൾ ധാരാളമായി എടുത്തിട്ടുണ്ട്. മേളം കൊട്ടിക്കയറുമ്പോൾ പ്രത്യേക രീതിയിൽ ചെവിയാട്ടി താളം പിടിക്കുന്നത് ഇവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതാണ് ദേവി, ഒരു പിടിയാനയാണ്.
വളരെ കാര്യക്ഷമതയും കുശാഗ്ര ബുദ്ധിയും ഉള്ളൊരാനയാണ് ദേവി. 1965 ജനിച്ച ദേവിക്ക് പ്രായം 60-ലെത്തി നിൽക്കുന്നു. 26 ജനുവരി 1976 എം ദാമോദരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ദേവിയെ ഗുരുവായൂരപ്പന് സമ്മാനമായി നൽകിയത്. 18 നഖങ്ങളോടുകൂടി ലക്ഷണശാസ്ത്രത്തിലെ ഒരുവിധം വേണ്ടപ്പെട്ട എല്ലാം തികഞ്ഞൊരു ആനയാണ് ദേവി. ഈ കാണുന്നതാണ് ആനക്കോട്ടയിലെ ഒറ്റക്കൊമ്പൻ, സാക്ഷാൽ ഗുരുവായൂർ രാജശേഖരൻ. കൊമ്പ് ഒന്നേ ഉള്ളൂ എന്ന കുറവുണ്ട് രാജശേഖരന്. പുറത്തിറങ്ങുമ്പോൾ അവനെ ഒരു കൊമ്പ് പിടിപ്പിച്ച് ലക്ഷണത്തികവോടെയാണ് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പൂരക്കാഴ്ചകളിൽ ഭിന്നശേഷിക്കാരനല്ല രാജശേഖരൻ. ഇടതു കൊമ്പില്ലാത്തത് ജന്മവൈകല്യമല്ല. 1966 ബീഹാറിലായിരുന്നു ജനനം. 1979 ജൂൺ 20 ഗുരുവായൂരിലെത്തുമ്പോൾ ഇവന് 13 വയസ്സായിരുന്നു പ്രായം. കൊടുങ്ങല്ലൂർ പോർക്കുളം അപ്പു എന്ന ഭക്തനാണ് രാജശേഖരനെ ഗുരുവായൂർ അപ്പന് മുന്നിൽ നടക്കിരുത്തിയത്. ഇടതുകൊമ്പിന് പഴുപ്പ് വന്നതു കാരണം മുറിച്ചു മാറ്റുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ രാജശേഖരന്റെ കൊമ്പ് പിന്നീട് വളർന്നതുമില്ല. അങ്ങനെ മറ്റാനകളുടെ ഇടയിൽ ഇവൻ ഒറ്റക്കൊമ്പനായി മാറുകയായിരുന്നു. ഇതാണ് ബാലു. 1999 ജൂലൈ 16 തൃശ്ശൂരിലുള്ള ഒരുമനയൂർ സ്വദേശിയായ VS ബാലകൃഷ്ണൻ എന്ന വ്യക്തി ഗുരുവായൂരപ്പന് നടയിരുത്തിയ ആനയാണ് ഗുരുവായൂർ ദേവസ്വം ബാലു. ആസാമിൽ നിന്നും കേരളത്തിലെത്തിച്ച ബാലുവിന് നടയിരുത്തുമ്പോൾ പ്രായം 25 വയസ്സ്. നല്ല വണ്ണമുള്ള തുമ്പിക്കൈ, ഉറച്ച നടകൾ, കുറുകിയ അമരങ്ങളാണ് ബാലുവിൻ്റേത്. ഇതാണ് ഗുരുവായൂർ ഗോപിക്കണ്ണൻ. ഗുരുവായൂർ ആനയോട്ട മത്സരത്തിൽ 9 തവണയും ജേതാവായൊരു ഗജവീരനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ സാക്ഷാൽ ഗോപിക്കണ്ണൻ. 2001 സെപ്റ്റംബർ 3 ഗോപു നന്ദിലത്താണ് ഗോപിക്കണ്ണനെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ഇപ്പോൾ ഏകദേശം 48 വയസ്സുണ്ട് ഇവന്. ഇവനാണ് ഗുരുവായൂർ ദാമോദർ ദാസ്. പുന്നത്തൂർ കോട്ടയ്ക്ക് കിട്ടിയതിൽ പേരെടുത്തു പറയാൻ കഴിയുന്ന ഒരാനയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദാമോദർ ദാസ്. നടക്കിരുത്തിയ നാൾ മുതൽ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു വന്നൊരു കൊമ്പനാണിവൻ. ആനശാസ്ത്രത്തിലെ ഒട്ടുമിക്ക ലക്ഷണ തികവുകൾക്കും ഉടമയാണിവൻ. ആസാം കാടുകളിൽ നിന്നുമാണ് ഇവൻ കേരളത്തിലോട്ട് എത്തിപ്പെട്ടത്. ഉയർന്ന തലക്കുന്നി, 18 നഖങ്ങൾ, തേൻനിറമുള്ള കണ്ണുകൾ, നിലത്തിഴയുന്ന കൈ, വലിയ കൊമ്പുകൾ, നീളമുള്ള വാൽ, വലിയ ചെവികൾ, നല്ല ഇടനീളം, ഇതെല്ലാം കൊണ്ടും ഇവൻ ആനകളിൽ യോഗ്യനായ ഒരാന തന്നെയെന്ന് പറയാൻ സാധിക്കും. 1995 ജനിച്ച ദാമോദർ ദാസ് 1999 ഫെബ്രുവരി 14 ഇവൻ ഗുരുവായൂരപ്പൻ്റെ സ്വന്തമായത്. 4-ാം വയസ്സിലാണ് ഇവനെ നടക്കിരുത്തുന്നത്. ഇതാണ് നന്ദനാന. 1996 കോഴിക്കോട്ടുകാരനായ നന്ദകുമാർ എന്നയാളാണ് നന്ദനാനയെ ഗുരുവായൂരപ്പന് നടക്കിരുത്തിയത്. കർണാടകയിൽ നിന്നാണ് നന്ദനാനയെ കേരളത്തിലേക്ക് എത്തിച്ചത്. പുന്നത്തൂർ കോട്ടയിലെ മികച്ച കൊമ്പന്മാരിൽ ഒരാൾ തന്നെയാണ് നന്ദൻ. 90കളുടെ ആദ്യകാലത്ത് കർണാടകയിലെ മുടഗിരി ഗ്രാമങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്ന ഒറ്റയാനായിരുന്നു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ നന്ദൻ. അവിടുത്തെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചും ആളുകളിൽ ഭീതി പടർത്തിയും നടന്നിരുന്നൊരു ചരിത്രം കൂടിയുണ്ട് നന്ദന്. പുന്നത്തൂർ കോട്ടയിൽ എത്തിയ ശേഷം പരിശോധനയിൽ 4 വെടിയുണ്ടകളാണ് നന്ദൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടുകിട്ടിയത്. തുടർന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് ആളൊരു യോഗ്യനായ ഗജവീരനായി മാറുകയായിരുന്നു. ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെ നിറസാന്നിധ്യമാണ് നന്ദൻ. ഈ കാണുന്നത് രാധാകൃഷ്ണൻ. പാലക്കാട് ജില്ലയിലെ വണ്ടാഴി എന്ന ഗ്രാമത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ ആനക്കൂട്ടത്തെ ഓടിപ്പിക്കുന്നതിനിടയിൽ കൂട്ടം തെറ്റി ഒരു കുട്ടിക്കൊമ്പൻ നാട്ടുകാർക്കിടയിൽ ചെന്നുപെട്ടു. അവനെ അവർ അടുത്തുള്ളൊരു മരക്കമ്പനി മുതലാളിയുടെ അടുക്കലേൽപ്പിച്ചു. എന്നാൽ ആനയെ അനധികൃതമായി കൈവശം വെച്ചു എന്ന കേസ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന്
കേസ് ജയിച്ചാൽ ആനയെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാം എന്ന് നേർന്നു. അങ്ങനെ കേസ് ജയിക്കുകയും 1962 ഡിസംബർ 24-ന് ആനക്കുട്ടിയെ രാധാകൃഷ്ണൻ എന്ന് നാമകരണം ചെയ്ത് നടയിരുത്തുകയുമായിരുന്നു. 7 വയസ്സായിരുന്നു അന്നത്തെ പ്രായം. ഗജവീരന്മാർക്കുള്ള ഭക്ഷണമാണ് ഈ വരുന്നത്. ഒരു ലോറി നിറയെ പനമ്പട്ടയാണ് നമുക്ക് മുന്നിൽ കൂടെ വരുന്നത്. ഈ കാണുന്നത് രവികൃഷ്ണൻ. 2003 ജൂൺ 25-ന് പാലക്കാടുള്ള തൃത്താല സ്വദേശി ശിവശങ്കരൻ എന്ന വ്യക്തി നടക്കിരുത്തിയ ആനയാണ് രവികൃഷ്ണൻ. 46 വയസ്സ് പ്രായമുണ്ട് രവിക്കിപ്പോൾ. ആനപ്പാപ്പാന്മാരിലെ അഗ്രഗണ്യനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആദ്യകാല ചട്ടക്കാരിൽ പ്രമുഖനായിരുന്ന ശ്രീ പയങ്കുളം കുട്ടപ്പൻ ചേട്ടൻ്റെ മകനായ ടി ശ്രീകുമാറാണ് രവികൃഷ്ണൻ്റെ 1ാം ചട്ടക്കാരൻ. ബോർഡ് വെച്ചിട്ടുണ്ട്. ആനകളുടെ സ്വഭാവം പ്രവചനാതീതമാണ്. അവ ഏതു സമയത്തും അപകടകാരികളായേക്കാം. സന്ദർശകർ ആനകളുടെ അടുത്തേക്ക് പോകരുതെന്നാണ് അതിൽ പറയുന്നത്. ഇവിടെ വരുന്നവരെല്ലാം ഇതിൽ പറഞ്ഞ പോലെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.